വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നലത്തെ നമ്മുടെ ക്ലാസ്സിന്റെ തുടർച്ചയാണ്. കൂടുതലായി ആമുഖങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നത് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇസ്തിഗാസ നടത്തുകയും അവിടുന്ന് പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു എന്നതാണ്. വകാന, ആ പ്രകാശമായിരുന്നു ഫീ സുൽബി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സുൽബിലായിരുന്നു, അവിടുത്തെ മുതുകിലായിരുന്നു. എപ്പോ? ഹീന ഉൽഖിയ ഫിന്നാർ, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ശത്രുക്കൾ തീക്കുണ്ടാരത്തിലേക്ക് എറിയുമല്ലോ, ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ ആ പ്രകാശം ഉണ്ടായിരുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം. ഫഅദ വസ്വാറ ലഹ്ബുഹ മുഹമ്മദ, ഫഅദ വസ്വാറ ലഹ്ബുഹ മുഹമ്മദ. അതുകൊണ്ട് തന്നെ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുതുകിലുണ്ടായത് കൊണ്ട് വസ്വാറ ലഹ്ബുഹ മുഹമ്മദ, ആ അഗ്നികുണ്ടാരം വലിയ ഒരു ചൂടോ അതല്ലെങ്കിൽ വലിയ ഒരു തണുപ്പോ ഇല്ലാത്ത രൂപത്തിൽ, ഒരു മനുഷ്യന് പ്രയാസമില്ലാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തീയിനെ ആക്കിക്കളഞ്ഞു. സാധാരണ തീ എന്ന് പറഞ്ഞാൽ തീയിനെ തടുക്കാൻ ഒരിക്കലും കഴിയില്ല. അത്രയും വലിയ പ്രയാസമാണ് തീ കൊണ്ടുണ്ടാവുക. ഒരു തീപിടുത്തമുണ്ടായാൽ എത്ര പ്രയാസമുണ്ടാകും. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ എത്രയോ വലിയ തീക്കുണ്ടാരം ഒരുക്കി അതിലേക്ക് എറിഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ മുത്തുനബി തങ്ങളുടെ പ്രകാശമുള്ളത് കൊണ്ട് തന്നെ ഒന്നും സംഭവിക്കാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം അവിടുത്തെ സുൽബിൽ ഉണ്ടായത് കൊണ്ട് തന്നെ ആ തീയിൽ നിന്ന് രക്ഷപ്പെടുകയാണ് എന്നാണ് പറയുന്നത്. വറഅത്ത് ഉമ്മുഹു ആമിന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാവ് ആമിന ബീവി കണ്ടു. ഹീന ഹമലത്ത് ബിഹി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഉമ്മയായ ആമിന ബീവി റളിയല്ലാഹു അൻഹ കാണുകയാണ് മലായികത്തസ് സമാഇ മദദ, ആകാശ ലോകത്ത്, വാനലോകത്ത് കൂട്ടം കൂട്ടമായുള്ള മലക്കുകളെ കാണുകയാണ്. വദഖല അലൈഹിൽ അംബിയാഉ, ബഹുമാനപ്പെട്ട ആമിന ബീവി റളിയല്ലാഹു അൻഹായുടെ അരികിലേക്ക് പ്രവേശിക്കുന്നു അൽ അംബിയാഉ, മുൻകഴിഞ്ഞു പോയ അംബിയാക്കൾ, ഒരുപാട് അംബിയാക്കൾ ഉണ്ടല്ലോ, അവര് പ്രവേശിക്കുന്നു. വഹും യഖൂലൂന ലഹാ, ആ ആമിന ബീവി റളിയല്ലാഹു അൻഹയോട് ആ അംബിയാക്കൾ പറയുന്നു, ഇദാ വളഅത്തി ശംസൽ ഫലാഹി വൽ ഹുദാ, സന്മാർഗത്തിന്റെയും വിജയത്തിന്റെയും ഒക്കെ സൂര്യനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ പ്രസവിച്ചാൽ ഫസമ്മീഹി മുഹമ്മദാ, ആ കുട്ടിക്ക് നിങ്ങൾ മുഹമ്മദ് എന്ന് പേര് വെച്ചോളൂ എന്ന് ബഹുമാനപ്പെട്ട ആമിന ബീവി റളിയല്ലാഹു അൻഹയോട് മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കൾ മുഴുവനും വന്ന് പറയുകയാണ്. ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അവിടുത്തെ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ലഖദ് ജാഅക്കും, നിശ്ചയമായും നിങ്ങൾക്ക് വന്നിരിക്കുന്നു, റസൂലുൻ, ഒരു ദൂതൻ, അതായത് ഹബീബായ തങ്ങൾ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു, മിൻ അൻഫുസിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നു തന്നെ, മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുമ്പോ അത് നമ്മുടെ, അതായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനോട് വല്ലാത്ത സ്നേഹമുള്ള, എന്തെങ്കിലും ആ ഉമ്മത്തിന് ഒരു പ്രയാസം വരുമ്പോ അത് സഹിക്കാൻ കഴിയാത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ ആളുകളോട്, ഹരീസുൻ അലൈക്കും, നിങ്ങളോട് വല്ലാത്ത താല്പര്യമുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റസൂലാക്കി നിങ്ങളിലേക്ക് നിയോഗിച്ചിരിക്കുന്നു. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മാത്രമല്ല മുഅ്മിനീങ്ങളോട് ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത കാരുണ്യവും വല്ലാത്ത കൃപയുമാണ്. റഊഫുൻ റഹീം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരാണല്ലോ, അസ്മാഉൽ ഹുസ്നയിൽ പെട്ട പേരുകളാണ്. വല്ലാത്ത കൃപയുള്ള ആളാണ്, വല്ലാത്ത കാരുണ്യമുള്ള ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാം, ശത്രുക്കളോട് പോലും വല്ലാത്ത കാരുണ്യം കാണിച്ചൊരു നേതാവ് മുത്തുനബി തങ്ങളെ അല്ലാതെ വേറെ ആരെയാണ് നമുക്ക് കാണാൻ കഴിയുക? തന്റെ ശരീരത്തിലേക്ക് ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ കൊണ്ടുവന്ന് പ്രയാസപ്പെടുത്തിയപ്പോഴും
അവരോടൊക്കെ പുഞ്ചിരി തൂകിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചരിത്രങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തങ്ങളെ ഒരു ദൂതരാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. വറുവിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. അന്നഹു ഖാൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, കുന്തു നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജല്ല ഖബ്ല അൻ യഖ്ലുക ആദം അലൈഹിസ്സലാം ബിഅൽഫി ആം. കുന്തു, ഞാനായിരുന്നു, മുത്തുനബി തങ്ങൾ പറയാണ്, നൂറൻ, ഒരു പ്രകാശമായിരുന്നു, ബൈന യദയില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെയും ഇറാദത്തിന്റെയും ഒക്കെ ഉള്ളിലായി ഇടയിലായി ഉള്ള ഒരു പ്രകാശമായിരുന്നു ഞാൻ. എപ്പോഴാണ് മുത്തുനബി പ്രകാശമായിരുന്നത്? ഖബ്ല അൻ യഖ്ലുക ആദം അലൈഹിസ്സലാം ബിഅൽഫി ആം. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ സന്നിധാനത്തിലുള്ള ഒരു പ്രകാശമായിരുന്നു. മുത്തുനബി തങ്ങൾ പറയാണ്, യുസബ്ബിഹുല്ലാഹ ദാലിക്കൻ നൂർ, ആ പ്രകാശം അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലാറുണ്ടായിരുന്നു. വതുസബ്ബിഹുൽ മലായികതു ബിതസ്ബീഹിഹി, ആ പ്രകാശത്തിന്റെ തസ്ബീഹ് കൊണ്ട് തന്നെ മലായികത്തും അള്ളാഹുവിനെ തസ്ബീഹ് വാഴ്ത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. ഫലമ്മാ ഖലഖല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ, അൽഖാ ദാലിക നൂറ ഫീ തീനതിഹി, ആ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച മണ്ണിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രകാശത്തിനെ നിക്ഷേപിക്കുകയാണ്. ഫഅഹ്ബതനി അല്ലാഹു ഫീ സുൽബി ആദം അലൈഹിസ്സലാം ഇലൽ അർള്, എന്നിട്ട് ആദം നബി അലൈഹിസ്സലാമിനെ ഈ ഭൂമിയിലേക്ക് ഇറക്കുമ്പോ ആദം നബി അലൈഹിസ്സലാമിന്റെ സുൽബിലായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഈ ഭൂമിയിലേക്ക് ഇറക്കുന്നു. മുത്തുനബി തങ്ങൾ തന്നെ പറയാണ്, എന്നിട്ടോ ഈ ഭൂമിയിലേക്ക് ഇറക്കുന്നു. വജഅലനി, എന്നെ അല്ലാഹു ആക്കി, ഫിസ് സഫീനത്തി ഫീ സുൽബി നൂഹ്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സുൽബിലായി, അവിടുത്തെ മുതുകിലായി നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിലാക്കി. വജഅലനി ഫീ സുൽബിൽ ഖലീലി ഇബ്രാഹിം അലൈഹിസ്സലാം, അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സുൽബിലാക്കി. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സുൽബിലാക്കിയിട്ട് കപ്പലിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സുൽബിൽ ഉണ്ടായിരുന്നു. എപ്പോ? ഹീന ഖുദിഫ ബിഹി ഫിന്നാർ, ആ വലിയ തീക്കുണ്ടാരത്തിലേക്ക് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഇടുന്ന സമയത്ത് അപ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സുൽബിൽ ആരുണ്ടായിരുന്നു? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം മുത്തുനബി തങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, വലം യസൽ യൻഖുലുനി റബ്ബി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ, വലിയ വലിയ ഉന്നതരായ ആളുകളുടെ സുൽബുകളിലൂടെ, വലിയ ഔന്നിത്യമുള്ള വലിയ നേതാക്കളായ, എല്ലാം കൊണ്ടും തികഞ്ഞ നല്ല നല്ല മനുഷ്യന്മാരുടെ വലിയ ആളുകളുടെ സുൽബിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ നീക്കിക്കൊണ്ടിരുന്നു. അതായത് ആദം നബി അലൈഹിസ്സലാം, അത് കഴിഞ്ഞിട്ടുള്ള അമ്പിയാക്കൾ, നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അടക്കം അങ്ങനെ നല്ല നല്ല ആളുകളുടെ, ഒരു തെറ്റുകളോ മഅ്സൂമീങ്ങളായ ആളുകളിലൂടെ, അമ്പിയാക്കളൊക്കെ മഅ്സൂമീങ്ങളാണല്ലോ, അവരുടെ സുൽബിലൂടെ ആ പ്രകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കൊണ്ടിരിക്കുകയാണ്, അവസാന സമയത്തേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടേക്ക്? ഇലൽ അർഹാമി സക്കിയത്തി ത്വാഹിറ, നല്ല സച്ചരിതരായ ഉമ്മമാരുടെ ഗർഭാശയങ്ങളിലൂടെ. ഹത്താ, എവിടേക്ക്? ഹത്താ അഖ്റജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ വലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്ത്, ഹത്താ, എത്രത്തോളം? അഖ്റജനി അല്ലാഹു, അല്ലാഹു എന്നെ പുറപ്പെടുവിച്ചു, മിൻ ബൈനി അബവയ്യ, എന്റെ മാതാപിതാക്കളിലൂടെ, വലം യൽതഖിയ, ആ രണ്ട് മാതാപിതാക്കളും അള്ളാഹുവിന്റെ ഹബീബിന്റെ മാതാപിതാക്കൾ കണ്ടുമുട്ടിയിട്ടില്ല, അലാ സിഫാഹിൻ ഖത്ത്, ഒരു മോശമായ കാര്യങ്ങൾ, ഒരു തെമ്മാടിത്തരം, ഒരു മോശമായ, ഒരു തെറ്റാകുന്ന വ്യഭിചാരം പോലെയുള്ള ഒരു തെറ്റിലേക്കും പോകാത്ത രണ്ട് സച്ചരിതരായ മാതാപിതാക്കളിലൂടെ ഈ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് നൽകുകയാണ്. ചൊല്ലൊരു സ്വലാത്ത് ചൊല്ലൂ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശാഫീഇൽ അബ്താഹി വൽ ഹബീബിൽ അറബി. അസ്സലാമു അലൈക്കും.